ഞാൻ ഗ്ലോബൽ ടി വി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു കമ്പനിക്ക് കത്തെഴുതി 4 കോടി രൂപ തരുവാണെങ്കിൽ 50,000 പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു ഇതെഴുതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2-ാം ദിവസം മറുപടി വന്നു. ഞങ്ങളുടെ CMD ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. ഞാനും എൻ്റെ സുഹൃത്തും കൂടി അവിടെ സന്ദർശിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ കോൺഫറൻസ് റൂമിൽ സൂട്ടും ടൈയൊക്കെ കിട്ടിയ ആളുകൾ വന്നിരുന്നിട്ട് നമ്മളെ ഈ CBI ED ഒക്കെ റെഡി ചെയ്യുന്ന പോലെ ഇൻ്റർഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു പ്ലസൻറ്റ് കോൺവെർസേഷൻ വേണ്ടിയാണ് പോയത്. അവർ ഇൻ്റർഗേഷൻ എന്ന് വെച്ചാൽ അവർ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചും ഒന്നും അവർക്കറിയില്ല. ആ വിഷയം അവർ ചോദിക്കുന്നത്. ഞാനതിനെക്കുറിച്ചിട്ട് മറുപടി പറയാൻ അവർ കേൾക്കുന്നില്ല. വീണ്ടും ചോദിച്ചത് തന്നെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി കോൺവെർസേഷൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക്കിലേക്ക് കോൺവെർസേഷൻ വരുന്നുമില്ല. അപ്പോൾ ഈ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്ത് നിന്ന് കോൺവെർസേഷൻ ചേഞ്ചായി. നമ്മുടെ എക്സ്പ്രഷനിൽ ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഒരു ആൾ പെട്ടെന്ന് പറഞ്ഞ്, ജെന്റിൽമെൻ സ്റ്റോപ്പ്, ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്ലാറ്റ്ഫോം ഡിഡ് യു ഡെവലപ്പ് ഗ്ലോബൽ ടി വി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഗ്ലോബൽ ടി വി ഈസ് ഡെവലപ്ഡ് ഇൻ CS പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. ഫെൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞത്, വെരി ഗുഡ് എന്ന് വെച്ചാൽ CS പ്ലാറ്റ്ഫോമിലാണ് ഇത് ഡെവലപ്പ് ചെയ്തതെങ്കിൽ അതിൽ തന്നെ നീ വരുന്നത് ഓക്സ്ഫോർഡിൽ നിന്നാണെങ്കിൽ എന്ന് പറയുന്ന പോലെ അപ്രീഷിയേറ്റ്. പിന്നെ എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അറ്റ്മോസ്ഫിയർ പ്ലസൻ്റായി, കോൺവെർസേഷൻ നല്ല എൻഡിങ്ങിലായി. അവർ വളരെ പ്ലസൻ്റായിട്ട് നമ്മൾ തിരിച്ചയച്ചു. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖം ഫ്യൂരിയസ് ആയി. കാരണം അദ്ദേഹത്തോട് ഞാനിത് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു ഈ CS പ്ലാറ്റ്ഫോമിലാണ് ഡെവലപ്പ് ചെയ്തതെന്ന്. അദ്ദേഹത്തിൻ്റെ മുഖം മാറിനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, അത് കോമൺ സെൻസ് പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിച്ചത്. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന ദീപിക പത്രം നെറ്റ് ഷോ എന്ന് പറഞ്ഞൊരു TV പ്രോഗ്രാം തുടങ്ങി. നെറ്റ് ഷോ 1/2 മണിക്കൂറിൻ്റെ TV പ്രോഗ്രാമാണ്. 400 MB ഫയലാണ്, നാരോ ബാൻഡ് എടുത്ത 6 kbps ആണ് ഹയസ്റ്റ് സ്പീഡ്. ആ സ്പീഡിൽ 400 MB ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 6 മണിക്കൂർ വേണം, 1500 രൂപ ചിലവാകും. ഞാൻ പറഞ്ഞു, ഇതാരും കാണുകയല്ല, ഇതിന് വേറെ എന്തെങ്കിലും രീതി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഡിയോയും വീഡിയോയും ഡിവൈഡ് ചെയ്ത് ഞാൻ അതിൻ്റെ സൈസ് കുറച്ച് അത് 20 MB ആക്കി ചുരുക്കിയ ഞാൻ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോമൺ സെൻസ് ഇല്ല. ഇപ്പം അച്ഛനിവിടെ സംസാരിച്ച സെഷൻ പറഞ്ഞത് ഈ കോളേജിലെ കുട്ടികൾ ഇവിടെ തൊട്ടടുത്തുള്ള കടൽ തീരത്ത് ഇറങ്ങി സാറും കുട്ടികളും പോയി സാധ്യതകൾ കണ്ടെത്തി പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അവതരിപ്പിക്കുക. അപ്പോൾ റവന്യൂ മോഡൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് ഫണ്ട് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നു, പണം വരുന്നു. അപ്പം പിന്നെ അത് വളരെ സിമ്പിൾ കോമൺ സെൻസാണ്, വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 3 കരിയറുകളെ കുറിച്ച് ഓൾറെഡി ഈ കോൺവെർസേഷനിലൊക്കെ വന്നു കഴിഞ്ഞു. 3 കരിയർ, ഫുൾ ക്ലീൻ കരിയർ. 1 ട്രാവലിംഗ്, 1 കണക്റ്റിംഗ്, 1 മെൻറ്ററിങ്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ എപ്പോൾ നോക്കിയാലും ഒരു സക്സസ്ഫുൾ പേഴ്സണും ട്രാവലിംഗ് ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ടില്ല, മെൻറ്ററിങ് ഇല്ലാതെ ആയിട്ടില്ല, കണക്റ്റിംഗ് ഇല്ലാതെ ആയിട്ടില്ല. ഇന്ന് ഈ വാസ്റ്റ് സൊസൈറ്റിയിൽ ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് കരിയറാണ്. ഒരു റിട്ടയേർഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഫാമിലി 2 കുട്ടികളെ എടുത്ത് മെൻറ്റർ ചെയ്താൽ മതി. ആ കുട്ടികളുടെ ഡൈനാമിസവും എയും ഇന്ന് എൻ്റെ കുട്ടി ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ കമ്പനിയിൽ അവിടുത്തെ സീനിയർ ഒഫീഷ്യൽ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ആ കുട്ടി 1/2 ദിവസം കൊണ്ട് ചെയ്യും എയുടെ സഹായത്തോടെ. ആ കുട്ടി ചെയ്ത് കൊടുക്കുന്ന കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരിരിക്കുന്ന സീനിയർ ഒഫീഷ്യലിന് ഇല്ല. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡും ഇല്ല. അപ്പോൾ അവർ പറയും, നീ നാളെ വാ, ഞാൻ നോക്കിയിട്ട് പറയാം, ഞാൻ തിരക്കാമെന്ന് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വേറൊരു കുട്ടി അവിടെ കമ്പനിയിലുള്ള ആ കുട്ടിയെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കും. എന്നിട്ട് ആ കുട്ടി പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഫീഡ്ബാക്ക് കൊടുക്കും. സത്യത്തിൽ ഇന്ന് വൈകിട്ട് തന്നെ ആ കുട്ടി ഫോൺ വിളിച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞിരിക്കണു, എന്നെ വിളിച്ചിരിക്കണു, നീ കൊടുത്ത ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ചിരിക്കണു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പണ്ട് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചാലഞ്ച് ചെയ്തിരുന്ന കുട്ടികൾ ഇപ്പോൾ ഇൻഡസ്ട്രിയേക്കാൾ മുകളിലെത്തി. ഇൻഡസ്ട്രിയിലുള്ളവർ ഷുഡ് ബി, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഇവരോട് ചേർന്നിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, വ്യക്തികൾ കൂടി ചേർന്നാൽ പ്രസ്ഥാനമായി. മനുഷ്യർ വന്നു കഴിഞ്ഞാൽ എന്തും ആവാം. അപ്പോൾ ഇനിയത്തെ സൊസൈറ്റിയിൽ വേണ്ടത് EI ആണ്, ഇക്കണോമിക് ഇന്നോവേഷൻസ് ആണ്. എന്തും ചെയ്യാം, എന്തും. ഞാൻ നോക്കുന്നിടത്ത് മുഴുവൻ ഓപ്പർച്യൂണിറ്റിയാണ്. വെറുതെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഗോൺകർ എന്ന് പറഞ്ഞ പ്രൊഫസർ വന്നായിരുന്നു, ഒരു ദിവസം തിരുവല്ലയിൽ വന്നായിരുന്നു. പ്രൊഫസർ ഗോൺകർ എന്നെ വളരെയധികം സഹായിച്ച പ്രൊഫസർ ദുമയുടെ സുഹൃത്തും എൻ്റെ കൂടെ സുഹൃത്തായിരുന്നു. അന്ന് പ്രൊഫസർ ദുമെ ബെൽഗാമിൽ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുമ്പോൾ
അവിടുത്തെ IT കോളേജിൽ ഇൻക്യുബേഷൻ സെൻ്റർ ആണ്. ഇൻക്യുബേഷൻ സെൻ്റർ കുറവാണ്. 2002 ആ ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ കീ എൻ്റെ കയ്യിലേക്ക് തന്നു. പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ രാത്രിയും പകലും ഇരുന്ന് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് എൻ്റെ രീതിയിലുള്ള റിസർച്ച് ചെയ്തിട്ടാണ് ഗ്ലോബൽ TV കണ്ടുപിടിച്ചത്. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒബ്ലിഗേഷൻ. മണിക്കൂറുകൾ ഇൻ്റർനെറ്റ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അന്ന് എത്ര വലിയ കോസ്റ്റായിരുന്നു. അപ്പോൾ ആ സഹായിച്ച പ്രൊഫസർ ദുമയുടെ 2 ആവശ്യം അദ്ദേഹം എന്നോട് ഉന്നയിച്ചത്. ഒരിക്കൽ പ്രൊഫസർ ദുമ എന്നോട് പറഞ്ഞു, പോൾ എനിക്ക് ട്രിച്ചിയിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്, ഞാനും പ്രൊഫസർ ഗോൻകറുമാണ് അത് ചെയ്യേണ്ടിയിരുന്നത്, എനിക്ക് ബെൽഗാവിൽ നിന്ന് വരാൻ പറ്റുന്നില്ല, പോൾ മംഗലാപുരത്താണ്, പോൾ അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പ്രൊഫസറല്ല, ഞാൻ അതുമായിട്ട് ബന്ധമുള്ള ആളല്ല. ഞാൻ അപ്പം തന്നെ അവിടുന്ന് തയ്യാറായി ഞാൻ മംഗലാപുരത്ത് ട്രിച്ചിയിലേക്ക് പോയി. ട്രിച്ചിയിൽ ഞാൻ പോയിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ പ്രൊഫസർ ദുമയുടെ സൈലൻറ്റ് ക്ലിപ്സ് ഉണ്ടായിരുന്നു, വീഡിയോ ക്ലിപ്സ്, സൈലൻറ്റ് ക്ലിപ്സ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് വെച്ച് ഫ്രെയിം ഉണ്ടായിരുന്നു. അതിലുള്ള ഓഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ വെറുതെ ടെലിഫോൺ എൻ്റെ ഇയർഫോണിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് ഒരു കണക്ട് ചെയ്ത് അത് എൻ്റെ ലാപ്ടോപ്പിലേക്ക് കൊടുത്തൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയായിരുന്നു. അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിൽ പറയുന്നത് സ്പീക്കർ വഴി അദ്ദേഹത്തിന് ഫോണിൽ കൂടെ കേൾക്കാം. പ്രൊഫസർ ദുബെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഷർട്ടൊന്നും ഇടാതെ കാലുമ്മ കാലൊക്കെ കെട്ടി വെച്ച് സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സൂട്ടിട്ട പ്രൊഫസർ ദുബയുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. വൈസ് ചാൻസലർമാരൊക്കെ ഉള്ള വേദിയാ. അവിടെ എല്ലാവരും പ്രൊഫസർ ഗോൻകർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി പ്രൊഫസർ ദുമെ നിങ്ങളോട് ബെൽഗാവിൽ നിന്ന് സംസാരിക്കും. 2003 ആലോചിക്കണം, 2003 സൂമൊന്നുമില്ല. പ്രൊഫസർ ദുമെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൊഫസർ ദുമെ ഫോണിൽ കൂടെ സംസാരിച്ചു. ഞാൻ ഈ ഇൻപുട്ട് വന്നപ്പോൾ ഈ സ്ക്രീൻ മാക്സിമൈസ് ചെയ്തു. അപ്പോൾ അവർ നോക്കുമ്പോൾ പ്രൊഫസർ ദുബെ ലൈവായിട്ട്, അത് അന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണത്, പ്രൊഫസർ ദുബെ ലൈവിൽ വന്നു. ഇവിടെ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ ഭയങ്കര ആരവം. 5 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ക്രീൻ മിനിമൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവിടുന്ന് ആളുകൾ മൈക്കെടുത്ത് ചോദ്യം ചോദിച്ചു. ചോദ്യം പ്രൊഫസർ ദുബെ ഫോണിൽ കൂടെ കേട്ടു. ഇൻസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. മറുപടി പറയുമ്പോൾ ഞാൻ സ്ക്രീൻ മാക്സിമൈസ് ചെയ്തു. ഇവിടെ ഓഡിറ്റോറിയത്തിൽ ആരവം. 4-5 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഡീൻമാർ, ഡയറക്ടർമാർ എല്ലാം എന്നെ ചുറ്റും കൂടി, സാർ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സന്ദർശിക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ടെക്നോളജി, ഇത്രേ ഉള്ളൂ. അതാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ. അപ്പൊ നമ്മളിപ്പോൾ ചിന്തിക്കണം, നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം. അപ്പൊ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. ഞാൻ അച്ഛനോട് പറയുന്നു, 100 മനുഷ്യരിങ്ങ് പോന്നിട്ട് 100 പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ സാധിക്കും. അത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി, അതിനാണ് അപ്രീഷിയേറ്റീവ് ഇൻക്വയറി. ടാലൻറ്റ് എന്താണ്, ഏത് മേഖലയിലാണ് നിനക്ക് കഴിവുള്ളത്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഏരിയ ചൂസ് ചെയ്ത് കൊടുക്കുക. അച്ഛൻ പറഞ്ഞ 6S ധാരാളം മതി, 6S എല്ലാം കവറായി. അതെ, കേരളം മുഴുവൻ ആവശ്യമായി. ഓൾറെഡി അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ആ റിസോഴ്സസ് ആർ പ്ലെൻറ്റി ഹിയർ. അപ്പോൾ നമുക്ക് വേണ്ടിയത് മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ VD സതീശൻ്റെ ഒരു കുറ്റം കൂടെ ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നത് വരെ നമ്മൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പതിയെ പറയാൻ തുടങ്ങി, ഞാൻ ചെയ്യുമെന്ന് പറയാൻ തുടങ്ങി. അതൊരു വ്യത്യാസം. അങ്ങനെയില്ല. JM കെയ്ൻസ്, കെനീഷ്യൻ വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ സ്ഥാപനത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കീഴിൽ മറ്റൊരു മനുഷ്യനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുകയല്ല. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് യുണീക്ക്, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് പൊട്ടൻഷ്യൽ. നമ്മൾ അധികാരം എൻ്റെ വായിക്കൂടെ പവർ വരാവുള്ളൂ എന്നുള്ള ഹയറപ്സിലുള്ള ആളുകളുടെ തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ അച്ഛൻ്റെ ആശയങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോഴേക്കും, അച്ഛൻ എന്നെ മനസ്സിലാക്കുമ്പോഴത്തേക്കും പരസ്പരം യോജിച്ച് വരുമ്പോഴാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പയെന്ന് എല്ലാ ഐഡിയയും വരുമെന്ന് വിചാരിച്ചാൽ സാധിക്കുകയല്ല. എവിടുന്ന് വന്നാലും വി ഷുഡ് റിസീവ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ ഇന്നോവേറ്ററാണ് മുളമുട്ടിൽ അച്ഛൻ. അപ്പം അച്ഛൻ നേരിട്ടൊരു വലിയ പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ആശയങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതാണ് ആ വലിയ കുടത്തിൽ നിന്ന് ചെറിയ കുടത്തിലേക്ക് നമുക്ക് നിറയ്ക്കാൻ പറ്റുകയല്ല. അപ്പം അതിനകത്ത് അറിയത്തില്ല, മനസ്സിലാവത്തില്ല. പക്ഷെ അതേ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ചില ആളുകളുണ്ട്, അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും യു ഗോ എഹെഡ് ആൻഡ് ഡു ഇറ്റ്, ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പല കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അച്ഛൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തടസ്സങ്ങൾ വന്നാലും അച്ഛൻ ലൈവ്ലി ആയിട്ട് പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അച്ഛനെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഒരിക്കലും തളരാതെ. സാധാരണ രീതിയിൽ എന്നാൽ പിന്നെ ആർക്ക് വേണ്ടിയാ? അപ്പം അച്ഛന് ഇതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അച്ഛന് ഭാഗപ്പാട് ചിലവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു 50 രൂപ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഒരു ദിവസത്തെ കോസ്റ്റ് 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ വേണ്ടി തീരുന്ന കാര്യമുള്ളൂ. അപ്പം ആർക്ക് വേണ്ടിയാ? പക്ഷേ അപ്പം അച്ഛൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ലാത്തതും ഇനി കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒരു മുഖത്തിന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നുള്ളത്. അപ്പൊ അച്ഛനെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട്, ആ എത്തിക്കൽ തിങ്കിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഐ ആം ലുക്കിംഗ് ഫോർ ദ ഫേസ് വിച്ച് ഐ ഹാവ് നെവർ സീൻ. നമുക്ക് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കണം.
അതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുകുമാർ അഴീക്കോട് അതിനെക്കുറിച്ചിട്ട് അത് ഒരു തലശ്ശേരിയിൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്നത് ഇവിടുന്ന് കടന്നുപോയ തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും എന്നെ കേൾക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പാസ്റ്റിനോടും ഫ്യൂച്ചറിനോടും കണക്ട് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ചേർത്തലയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച സ്ഥലമാണ് എന്ന് വെച്ചാൽ ഒരു ഫാമിലിക്കാണ്. ഞാൻ പറയാം 100 വർഷത്തിന് മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അച്ഛൻ ചിലപ്പോൾ പറയുമ്പോൾ 1000 വർഷത്തെ സ്റ്റോറീസ് നമുക്ക് പറയാനുണ്ടായിരുന്നു, നമുക്ക് അറിയില്ല പല കഥകളും. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കോൺവെർസേഷൻസിൽ കൂടെ മാത്രമേ ഇന്നോവേഷൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അച്ഛൻ ഇത്രയും ദൂരം വന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്.